ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ മിറർ. എൻ്റെ പേര് നീനു. അപ്പോൾ ഈ തിരുവോണ നാളിൽ ഞങ്ങൾ 30 യൂട്യൂബേഴ്സ് ചേർന്ന് എല്ലാ മലയാളികൾക്കും ഒരു വിരുന്ന് തരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു അടിപൊളി ദൃശ്യവിരുന്ന്. അപ്പോൾ എങ്ങനെ ദൃശ്യവിരുന്ന് കാണാനായിട്ട് തയ്യാറല്ലേ? എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ലോക്ക്ഡൗണിൻ്റെ പരിമിതിയിൽ നിന്നുള്ള ആദ്യത്തെ ഓണം. കോവിഡ് എന്ന മഹാമാരി പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പരിമിതികൾക്കിടയിൽ നിന്ന് ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നുകൊണ്ട് 30 യൂട്യൂബേഴ്സ് ചേർന്ന് നടത്തുന്ന യൂട്യൂബ് ഹിസ്റ്ററിയിൽ തന്നെ ആദ്യത്തെ അടിപൊളി ദൃശ്യവിരുന്ന്. എൻ്റെയും എൻ്റെ ചാനലായ രാധാമാധവിൻ്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം, ഞാൻ മാനസ രാധാകൃഷ്ണൻ. 30 യൂട്യൂബേഴ്സ് ഒരുമിച്ച് ചേർന്ന് വന്ന് നടത്തുന്ന ഈ ഓണം സെലിബ്രേഷന് എൻ്റെ എല്ലാവിധ ബെസ്റ്റ് വിഷസും. അപ്പം ഹാപ്പി ഓണം ടു എവ്രി വൺ ആൻഡ് സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. നാടാകെ ഉറങ്ങിപ്പോയ പോലെ ഉണ്ടല്ലോ. നാം വരുന്നതിനി മറന്നു എല്ലാവരും. മാവിലല്ലേ പോണേ? ഇന്ന് തിരുവോണമായിട്ട് അലക്സിന്റെ ഒരു അനക്കില്ല. കഴിഞ്ഞ കൊല്ലം തിരുവോണത്തിന് നട്ടുച്ചയ്ക്ക് എഴുന്നേറ്റ് വന്നിട്ട് പൊറോട്ടയും ബീഫും കഴിക്കാൻ പോകാന്ന് പറഞ്ഞ ടീമാ. ഒന്ന് വിളിച്ചു നോക്കിയേക്കാം. കട്ട് ചെയ്തേക്കണം. ഇന്ന് എന്നെ കിടത്ത് ഉറക്കിയിട്ട് പോയ കാര്യമുള്ളൂ. ആഹാ, പോയി മുള്ളിയിട്ട് കിടന്നുറങ്ങണ പാണ്ടേ. ആടാ പോയി മുള്ളിയിട്ട് കിടന്നുറങ്ങ. ഇവന്റെ കാര്യം ഇവൻ നിന്ന് എഴുന്നേപ്പിച്ചിട്ട് തന്നെ കാര്യം. എന്താടാ അലക്സ് അലക്സ് ഇവിടെ വെക്കല്ലേ. ഇന്ന് തിരുവോണമാണ്. എടാ ഓണമൊന്നും ഇല്ലടാ. 2-3 വർഷമായിട്ട് ഓണം ഇല്ലല്ലോ. പിന്നെ ഇവിടെ നിന്നാടാ ഇപ്പൊ ഓണം വന്നേ? എടാ ഇപ്രാവശ്യം മാവിയിലേക്ക് വന്നിട്ടുണ്ട്. മാവില്ലേ എവിടെ? എടാ സത്യോട് ഞാൻ കണ്ടതല്ലേ. നീ പണിക്ക്, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ കിടക്കുമായിരുന്നു. എടാ നീ വരുമ്പോഴേ ഒരു മുണ്ടും ഷർട്ടും എടുത്തോണ്ട് വരാമോ? ഞാൻ എടുത്തേക്കാം. അത് ഞാൻ ഇപ്പൊ വരാം അങ്ങോട്ട്. ഓക്കെ, ഞാൻ ഒന്ന് റെഡിയാവും. ഓക്കെടാ. ഉറങ്ങാനും സമ്മതിക്കില്ല. വേഗം പോ, റെഡി ആയിട്ട് വാ. സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം, ദിഗന്ധം നടുങ്ങുന്നതും ദുബീനാദം, ശതകോടി സൂര്യന്മാരെരിയും ത്രിനേത്രം, ചുടുദിനം തേടുന്ന ചുരിക പോൽ നാവ്. സ്തംഭം പിളർക്കുന്ന ഹുങ്കാര ശബ്ദം, ദിഗന്ധം നടുങ്ങുന്നതും ദുബീനാദം, ശതകോടി സൂര്യന്മാരെരിയും ത്രിനേത്രം, ചുടുദിനം തേടുന്ന ചുരിക പോൽ. ആഹാ, അവിടെ ആരോ അടിപൊളി പൂക്കളം ഒരുക്കുന്നുണ്ടല്ലോ.
അപ്പോൾ മറന്നതല്ല, ഇപ്പോഴാണ് ശ്വാസം ഒന്ന് നേരെ വീണത്. ഹായ്, ഓണക്കോടി കൊടുക്കുന്നതല്ലേ നാം ഈ കാണുന്നത്? കുട്ടികളായാലും മുതിർന്നവരായാലും ഓണത്തിന് ഓണക്കോടി കിട്ടുക എന്നത് സന്തോഷമുള്ള കാര്യമല്ലേ? അപ്പം ഞാൻ ഇന്നൊരാളെ സന്തോഷിപ്പിക്കാൻ പോകണം. ആരാണെന്ന് അറിയണ്ടേ? വാ. എന്തായാലും നാം ദാനം ചെയ്ത പോലെ അടാറ് സമ്മാനമൊന്നും ആരും ആർക്കും കൊടുക്കില്ല. എങ്കിലും ഇത് കൊള്ളാം. സദ്യയുടെ കാര്യം മറന്നിരുന്നതാ. എന്തോ ഒരു വിശപ്പ്. എവിടെ നിന്നോ നല്ല ഒരു സദ്യയുടെ മണം. ആഹാ, അന്തസ്.
തിരുവാതിരപ്പാട്ടല്ലേ ആ കേൾക്കുന്നത്? സിനിമാറ്റിക് ഡാൻസ് പ്രതീക്ഷിച്ചു വന്ന എനിക്ക് തെറ്റിയോ? ജനങ്ങളിതൊന്നും മറന്നില്ല അല്ലേ? ആഹാ, എന്ത് നയനമനോഹരമായ കാഴ്ച! ഒരു സദ്യ കഴിഞ്ഞ അനുഭൂതി. ആടാ, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ലോക്ക്ഡൗൺ ഒക്കെ അല്ലേ, അതുകൊണ്ട് ഞാനിങ്ങനെ പുറത്തിറങ്ങാൻ നടക്കുമായിരുന്നു. എടോ, എന്താ മകനെ? ഈ സാനിറ്റൈസറും മാസ്കും എല്ലാം താൻ എങ്ങോട്ടായി പോകുന്നേ? ഇതാ ഇത് കെട്ട്. ചുമ്മാ കൊറോണയൊക്കെ വരാൻ വേണ്ടി. താൻ ഇവിടെ നിന്നല്ലേ ജീവിക്കുന്നേ? ഇതൊക്കെ വെച്ചങ്ങ് പോയാൽ മതി. ഇതാ ഇതൂടെ പിടി. പണ്ടൊക്കെ താലപ്പൊലിയും കാല് കഴുകാൻ വെള്ളവുമായി നിന്നിരുന്ന ആളുകളാണ് അതിഥികളെ സ്വീകരിക്കാൻ. കാലം പോയ പോക്കേ.